മാത്സ് ഐഡന്റിറ്റീസ് ഡെറിവേഷൻ. കണക്കിൽ കുറേ ഐഡന്റിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് ആ സർവ്വസമവാക്യം കിട്ടിയത്? ഉദാഹരണമായിട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റി നമുക്കറിയാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ ഫോർമുല? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതൊരു ഐഡന്റിറ്റിയാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഐഡന്റിറ്റി എങ്ങനെ കിട്ടി നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഇടതുവശം നമുക്ക് എടുക്കുക. എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എന്റെ അർത്ഥം എന്താ? എ പ്ലസ് ബി 2 തവണ ഗുണിക്കുക. എ പ്ലസ് ബി 2 തവണ ഗുണിക്കുക. അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഇതെങ്ങനെ ഗുണിക്കുക? ഇത് ഗുണിക്കുമ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ബ്രാക്കറ്റ് എടുക്കുക. ആദ്യ ബ്രാക്കറ്റിലത്തെ എടുക്കുക എ. അതുകൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിനെ മുഴുവൻ ഗുണിക്കുക. അപ്പൊ എ ഇൻറ്റു എ പ്ലസ് ബി. അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റ് കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിനെ മുഴുവൻ ഗുണിച്ചു. ആദ്യത്തെ ബ്രാക്കറ്റ് രണ്ടാമത്തെ എടുക്കുക പ്ലസ് ബി. അതുകൊണ്ടും രണ്ടാമത്തെ ബ്രാക്കറ്റിനെ മുഴുവൻ ഗുണിക്കുക. ബി ഇൻറ്റു എ പ്ലസ് ബി. എ ഇൻറ്റു എ പ്ലസ് ബി എങ്ങനെ ഗുണിക്കുക? എ കൊണ്ട് എനി ഗുണിക്കണം, എ കൊണ്ട് ബിനി ഗുണിക്കണം. എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു ബി പ്ലസ് എ ബി. ഇതെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് എല്ലാം പ്ലസ് ഇട്ടാണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് അതുപോലെ ബി ഇൻറ്റു എ ബി എങ്ങനെയാണ്? പ്ലസ് ബി ഇൻറ്റു ബി സ്ക്വയർ. ഇതില് ഈ ഒരു എ ബി കൂടി 2ab തന്നെ. അപ്പൊ ഇവിടെ എന്താണ്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി 2ab പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഐഡന്റിറ്റി. ഇങ്ങനെയാണ് ഈ ഐഡന്റിറ്റി ഡിറൈവ് ചെയ്തെടുത്തത്.